ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല മാതൃകയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ബേക്കറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് ST സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിലാണ്. 35 വർഷമായി തൊടുപുഴയുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസ്. ST സിസ്റ്റേഴ്സ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംരംഭമാണിത്. ഈ ഒരു നല്ല മാതൃക നമുക്കൊന്ന് കണ്ടുവരാം. ഞാൻ സിസ്റ്റർ ജാൻസിലെ ടെസ്ബി, സിസ്റ്റേഴ്സ് ഓഫ് ദി ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് കോഴിപ്പള്ളിയിലാണ്. വിൻസെൻ്റ് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഈ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരായ 25 കുട്ടികളാണ് ഇവിടെ ഞങ്ങളോടൊപ്പമായിരിക്കുക. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 35 വർഷങ്ങൾക്ക് മുൻപ് വാളികുളത്ത് ജോസഫ് ചേട്ടൻ എന്ന മാന്യ വ്യക്തി ഇഷ്ടദാനമായിട്ട് കുട്ടികൾക്ക് വേണ്ടി തന്ന ഒരു സ്ഥാപനമാണ് കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസ്. 35 വർഷമായിട്ട് ഇവിടെ ഈ കുട്ടികൾ വളരെ സന്തോഷമായി ജോലി ചെയ്തു വരുന്നു. കാരണം ഇവരുടെ അംഗവൈകല്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്ക് ഈ ഫാക്ടറിയിൽ ഇവരായിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്കും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഈ കുട്ടികളായിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഏകദേശം 9 കുടുംബങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഫാക്ടറിയിൽ. അതായത് സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് 9 കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ 9 കുടുംബങ്ങളുടെയും ഒരു നല്ല രീതിയിലുള്ള കുടുംബത്തിൻ്റെ മുന്നോട്ട് പുലരുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതോടുകൂടി അവർക്ക് ലഭ്യമാകുന്നുണ്ട്. കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. സിസ്റ്റർ, ഇവിടുത്തെ കുട്ടികളുടെ ജീവിത രീതികൾ എങ്ങനെയാണ്? ഇവിടുത്തെ കുട്ടികൾ രാവിലെ 5 മണിക്ക് ഉണർന്നാൽ ആദ്യമേ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബേക്കറിയിലേക്ക് വരുന്നു. അവിടെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വൈകുന്നേരം ഒരു 5 മണി 6 മണി അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈമായിരിക്കും. അത്ര നേരം അത് സന്തോഷമായിട്ട് ജോലി ചെയ്തു പോകുന്നു. സിസ്റ്റർ, ഇവിടുത്തെ വർക്കിംഗ് ടൈം എങ്ങനെയാണ്? ഇവർ അവിടുന്ന് കുർബാനയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ ജോലികൾ ഇവരിവിടെ ആരംഭിക്കും. ഇവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അതിനൊരു പുറകെ നിന്ന് പറയേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. അവരത് റൊട്ടീനായിട്ട് ചെയ്തു പോകുന്നു. അതിനിടയിൽ ഇവർ ജപമാല എത്തിക്കാനും മറ്റ് പ്രാർത്ഥന കാര്യങ്ങളിലേക്കൊക്കെ ഇവർ അത് തന്നെ ചെയ്ത് അങ്ങനെ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പം മാനസികമായ ഒരു ഉണർവ് കൂടാതെ ആത്മീയ ഉണർവ് ഇവർക്ക് അതോടൊപ്പം തന്നെ ലഭിച്ചു പോകുന്നതുകൊണ്ട് ഇവർ വളരെ സന്തോഷമായിട്ട് പോകുന്നു. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ എല്ലാ ഫുഡ് പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യപൂർവ്വം അത് കഴിക്കാം. കാരണം പല ബേക്കറിയിൽ നിന്നും പല ഫുഡ് മേടിച്ചും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കുഴപ്പം ഒരിക്കലും സംഭവിക്കില്ല. കാരണം എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് ഇവിടുത്തെ ഫുഡ് നമുക്ക് മേടിക്കാം. സിസ്റ്റർ, ഇവിടുത്തെ എന്തൊക്കെ ഫുഡ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ ബ്രെഡ്, ബണ്ണ്, സ്വീറ്റ് പൊറോട്ട, ക്രീം ബണ്ണ്, ഡേൽക്കുഷ്, പിന്നെ സ്നാക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എല്ലാം ഞങ്ങളിങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ആളുകളുടെ ഓർഡർ തരുന്നതനുസരിച്ച് നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ സ്നാക്സ് ബോക്സിലിടാനുള്ളത്, പിന്നെ പാർട്ടി ഓർഡറുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസുകൾ. ഏതൊക്കെ സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് സപ്ലൈ ഉള്ളത്? ഇവിടെ ആഴ്ചയിൽ 5 ദിവസമാണ് നമ്മുടെ 2 വണ്ടികൾ സെയിലിനായിട്ട് പോകുന്നുണ്ട്. അത് പിന്നെ പാല, വണ്ണപ്പുറം, വാഴക്കുളം, പിന്നെ കൂത്താട്ടുകുളം, അങ്ങനെ ആ ഏരിയയിൽ. ഇപ്പോൾ എല്ലാ ആഴ്ചയും 2 തവണ വണ്ടി ഓരോ സ്ഥലത്തും പോകാറുണ്ട്. അപ്പോൾ അത് 35 വർഷമായിട്ട് ഈ വണ്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ സാധനങ്ങൾ എല്ലാ കടകളിലും നമ്മൾ എത്തിക്കാറുണ്ട്. അവർ അവിടെ മേടിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി വളരെ തൃപ്തരാണ്. അപ്പം നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു കുറവുകൾ സംഭവിക്കാറില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയല്ലോ, അപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടോ ഇവിടെ? ക്രിസ്മസ് എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. കാരണം എന്തെന്ന് വെച്ചെങ്കിൽ നമ്മൾ വെറൈറ്റി കേക്കുകളൂടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലം, റിച്ച് പ്ലം, മാർബിള്, ക്യാരറ്റ്, മാംഗോ,
പൈനാപ്പിൾ, ഇത്ര ഐറ്റംസുകൾ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കാലവിളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് തരാനുള്ള ദൈവം തരും, ആ ഒരു പ്രാർത്ഥനയിൽ ഒത്തിരി പ്രാർത്ഥിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല ഓർഡറുകൾ സാധാരണ ലഭിക്കാറുണ്ട്. നല്ല കേക്കുകളാന്ന് പറഞ്ഞ് ഒത്തിരി ആളുകൾ നമുക്ക് ഒത്തിരി ബൾക്കായിട്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് പോകാറുണ്ട്. അപ്പോൾ ആ ക്രിസ്മസ് കാലം നമ്മൾ ഉണ്ണീശയെ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ ഒരു കാലഘട്ടം തന്നെയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ST സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ സംരംഭം ബിസിനസ് താല്പര്യങ്ങൾക്ക് അപ്പുറം ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഇത്തരത്തിലുള്ള നല്ല മാതൃകകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ്. നല്ല മാതൃകയുടെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.